ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിൽ പപ്പായ പരിപ്പ് കറിയാണ്. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയോ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 1/2 കപ്പ് കഴുകി കുതിർത്ത തുവരപ്പരിപ്പ് എടുക്കുക. ഞാൻ പരിപ്പ് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 1/2 കപ്പ് പപ്പായ ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത്, 2-3 വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് നടുവെ കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം. നന്നായി ഇളക്കുക. മൂടി അടച്ച് മീഡിയം തീയിൽ 2 വിസിൽ വരെ വേവിക്കുക. 2 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും കഴിഞ്ഞ് മൂടി തുറക്കാവൂ. ഇതിനിടയിൽ നമുക്ക് അരപ്പുണ്ടാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചിരകിതെടുക്കുക, 1/4 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി തുറക്കാം. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചതിന് ശേഷം ഗ്രൈൻഡർ ജാർ കഴുകി 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. ഇനി തീ ഓണാക്കി 4-5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് തിളയ്ക്കാതെ നോക്കണം. ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 മുറിച്ച 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. എല്ലാം ഒരുമിച്ച് ഇളക്കുക. 1 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഇത് കറിയുടെ മുകളിൽ ചേർക്കാം. ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ചു വെച്ച് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കഴിയണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നാടൻ രീതിയിൽ പപ്പായ പരിപ്പ് കറി റെസിപ്പി തയ്യാർ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ്. ചപ്പാത്തിയുടെയോ റൊട്ടിയുടെയോ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.
Hi friends, welcome back to Jolly's Kitchen. Today we are going to make Kerala style papaya dal curry. Usually served along with rice for best taste. You can also have it along with chapati or roti. Let's move to the video. In a cooker, take half cup of washed and soaked tur dal. I have soaked tur dal for 1 hour. 1.5 cup of papaya cut into small pieces like this. Half chopped tomato, 2 to 3 chopped garlics, 2 green chili slits, 1/4 teaspoon turmeric powder. Then add 1 cup of water, half teaspoon salt, mix it well. Close the lid and cook on medium flame for 2 whistles. After 2 whistles, switch off the flame, leave it rest for at least 20 minutes. In the meanwhile, we can make the grinder mixture. In a grinder jar, take half cup of grated coconut, add 1/4 teaspoon cumin seeds, 1/4 cup of water and grind it into a paste form. After 20 minutes, we can open the cooker. Everything has cooked well. Now add the grinder mixture to it. Also add half cup of warm water used to wash the grinder jar after grinding the coconut. Add 3/4 teaspoon red chili powder, half teaspoon salt. Mix it well. Switch on the flame. Cook for 4 to 5 minutes on low flame. While cooking, keep stirring it continuously. Also careful not to boil it. If you have not subscribed to our channel, please do subscribe and support. To receive latest video notification, don't forget to enable bell icon. In a pan, take 1 tablespoon oil and heat it. When the oil is hot, add half teaspoon mustard seeds and wait until it splutters. Then add 2 red chilies cut into halves, some curry leaves, mix all together. Cook for a minute. Now add this on top of the curry. Don't stir it now. Close the lid and wait at least 10 minutes before stirring. After 10 minutes, we can stir it well. Kerala style papaya dal curry recipe is ready. Usually served along with rice for best taste. You can also have it along with chapati or roti. If you enjoyed this video, please press like button. Also don't forget to subscribe to our channel. Comment below your suggestions. We will come back with another video. Thanks for watching the video.